വിശുദ്ധ കുരിശിന്റെ അടയാളത്താൽ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ഞങ്ങളുടെ തമ്പുരാനെ, പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. വിശുദ്ധ യോഹന്നാൻ 1-ാം അധ്യായം ആരംഭിക്കുന്നത്, ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടുകൂടെ ആയിരുന്നു, വചനം ദൈവമായിരുന്നു എന്ന് തുടങ്ങിയാണ്. ഇവിടെ വചനം, അതായത് ലോഗോസ്, യേശുവിനെ സൂചിപ്പിക്കുന്നു. അവൻ സൃഷ്ടിയുടെ ഉറവിടവും ദൈവത്തിന്റെ വെളിപ്പാടുമാണ്. യേശു മനുഷ്യനായി വന്നത് ദൈവം മനുഷ്യരോട് നേരിട്ട് സംസാരിക്കുന്നതിന്റെ പ്രതീകമാണ്. എല്ലാം വചനത്തിലൂടെ സൃഷ്ടിക്കപ്പെട്ടു. അവനിൽ ജീവനുണ്ടായിരുന്നു, അത് മനുഷ്യരുടെ വെളിച്ചമായി. യേശുവിന്റെ വെളിച്ചം സ്വീകരിക്കുന്നവർ ഇരുളിൽ നടക്കുകയില്ല എന്ന് ഇതിലൂടെ വ്യക്തമാക്കുന്നു. യോഹന്നാൻ വെളിച്ചത്തെക്കുറിച്ച് സാക്ഷ്യം പറയുവാൻ അയക്കപ്പെട്ടു. അവൻ തന്നെ വെളിച്ചമല്ല. യോഹന്നാൻ പറഞ്ഞു, ഞാൻ ക്രിസ്തുവല്ല, എന്റെ പിന്നാലെ വരുന്നവൻ തന്നെയാണ് മഹത്തായവൻ. യേശുവിന്റെ വെളിച്ചം ഇരുളിൽ പ്രകാശിക്കുന്നു. എന്നാൽ ചിലർ അത് സ്വീകരിച്ചില്ല. ഇത് ആത്മീയ അന്ധതയെ സൂചിപ്പിക്കുന്നു. മോശയുടെ നിയമം കഴിഞ്ഞ് യേശുവിലൂടെ കൃപയും സത്യവും ലഭിക്കുന്നു. യേശുവിനെ സ്വീകരിക്കുന്നവർക്ക് ദൈവമക്കളാകുവാനുള്ള അധികാരം ലഭിക്കുന്നു. യോഹന്നാനെ പോലെ വിശ്വാസികൾക്കും യേശുവിനെക്കുറിച്ച് സാക്ഷ്യം നൽകേണ്ട ഉത്തരവാദിത്തമുണ്ട്. യേശു തന്റെ അടുത്തേക്ക് വരുന്നത് കണ്ട് യോഹന്നാൻ പറഞ്ഞു, ഇതാ ലോകത്തിന്റെ പാപം നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. 1-ാം അധ്യായം 29-ാം തിരുവചനം. ആത്മാവ് പ്രാവിനെപ്പോലെ സ്വർഗത്തിൽ നിന്നിറങ്ങി വന്ന് അവന്റെ മേൽ ആവസിക്കുന്നത് താൻ കണ്ടു എന്ന് യോഹന്നാൻ സാക്ഷ്യപ്പെടുത്തി. ഞാൻ അവനെ അറിഞ്ഞിരുന്നില്ല, എന്നാൽ ജലം കൊണ്ട് സ്നാനം നൽകാൻ എന്നെ അയച്ചവൻ എന്നോട് പറഞ്ഞിരുന്നു, ആത്മാവ് ഇറങ്ങി വന്ന് ആരുടെ മേൽ ആവസിക്കുന്നത് നീ കാണുന്നുവോ, അവനാണ് പരിശുദ്ധാത്മാവ് കൊണ്ട് സ്നാനം നൽകുന്നവൻ. ഞാനത് കാണുകയും ഇവൻ ദൈവപുത്രനാണെന്ന് സാക്ഷ്യപ്പെടുത്തുകയും ചെയ്തിരിക്കുന്നു. ആന്ത്രയോസ്, ശെമയോൻ, പത്രോസ്, ഫിലിപ്പ്, നഥാനിയേൽ എന്നിവർ ആദ്യ ശിഷ്യരായി യേശുവിനെ പിന്തുടർന്നു. പരിശുദ്ധാത്മാവെ, തിരുവചനത്തിന്റെ അനന്തശക്തിയാൽ ആത്മാവിന്റെ ഫലങ്ങളും ദാനങ്ങളും നൽകി തീക്ഷ്ണതയാൽ ഞങ്ങളെ ജ്വലിപ്പിക്കണമേ. ആമേൻ.